മെയ് മാസം 19 ഹണിമൂൺ തുടക്കത്തിൽ FBയിൽ തള്ളിയൊരു ചിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: സമര കവാടമെന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക്. ആ മാധ്യമങ്ങൾ പറയുന്നത് എന്ന എടുത്തു പറയലിൽ ഉരുളട്ടെ ഉലക്ക ചെന്നടിക്കട്ടെ എന്നൊരു ലാഭക്കണ്ണ് അന്നേ പ്രകടമായിരുന്നു. ഇന്നിപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. കവാടത്തിൽ സമരങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു രസം, ഒരു പൂക്കിത്തരം. വേറെയുമുണ്ട് രസങ്ങൾ. പൊതുജനങ്ങളുടെ സന്ദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അംഗത്തേതിൽ നിന്ന് അനുമതി പത്രമുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പ്രവേശനമുള്ളൂ. അത് മതി. 10 വർഷം പറഞ്ഞതൊക്കെ പത്തായത്തിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. സംഘപരിവാറിനെ ചെറുക്കാൻ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി കൈപിടിച്ച് ഒന്നിച്ചു നിന്നിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്നു പറഞ്ഞത് ഡീലിനെ കുറിച്ച്. കടുത്ത വിമർശനമുയർത്തിയ ഇടതിനോട് നിങ്ങൾ ഇടതല്ല എന്ന് മാക്കിടൽ. ഞങ്ങളാണ് കൂടുതൽ ഇടതെന്നായിരുന്നു VD സതീശനും പറഞ്ഞത്. മെയ് മാസം 19 ഹണിമൂൺ തുടക്കത്തിൽ FBയിൽ തള്ളിയൊരു ചിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: സമര കവാടമെന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക്. ആ മാധ്യമങ്ങൾ പറയുന്നത് എന്ന എടുത്തു പറയലിൽ ഉരുളട്ടെ ഉലക്ക ചെന്നടിക്കട്ടെ എന്നൊരു ലാഭക്കണ്ണ് അന്നേ പ്രകടമായിരുന്നു. ഇന്നിപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. കവാടത്തിൽ സമരങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു രസം, ഒരു പൂക്കിത്തരം. വേറെയുമുണ്ട് രസങ്ങൾ. പൊതുജനങ്ങളുടെ സന്ദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അംഗത്തേതിൽ നിന്ന് അനുമതി പത്രമുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പ്രവേശനമുള്ളൂ. 10 വർഷത്തിന് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിനെ കിട്ടും.